സിംഗപ്പൂരിലെ ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സിംഗപ്പൂരിലെ തന്നെ ലാസ്റ്റ് ട്രഡീഷണൽ വില്ലേജസിലൊന്നായിട്ടുള്ള പുലാവ് ബീലിനോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സിംഗപ്പൂരിന്റെ മെയിൻലാൻഡിൽ നിന്ന് മാറി 100-ൽ താഴെ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ദ്വീപാണിത്. തിരക്കേറിയ നഗരങ്ങളും വലിയ കെട്ടിടങ്ങളും ഒക്കെ ആയിരിക്കും സിംഗപ്പൂരിനെ പറ്റി ചിന്തിക്കുമ്പോൾ പലരുടെയും മനസ്സിലോട്ട് വരുന്നത്. എന്നാൽ ടൂറിസ്റ്റ് അധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത മറ്റൊരു സിംഗപ്പൂരിനെ നമുക്കിന്നിവിടെ കാണാം. ചാങ്കി ഫെറി ടെർമിനലിൽ നിന്നും ഫെറി എടുത്താൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ദ്വീപിലെത്താം. $4 ഫെറിക്ക് ഒരാൾക്ക് ചാർജ് ആവുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഫെറി സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളത്. പുലാവ് ബീൻ എന്ന് പറയുന്നത് ഒരു മലയ വേർഡാണ്. ഐലൻഡ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റോൺസ് എന്നാണ് ഇതിന്റെ മീനിങ്. 1800-കളിൽ ഒരു BC ഗ്രാനൈറ്റ് കോറിംഗ് ഐലൻഡ് ആയിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നാച്ചർ ആൻഡ് ഹെറിറ്റേജ് സാങ്ച്വറിയാണ്. നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടോ. 1960-കളിലെ സിംഗപ്പൂർ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ചാങ്കി എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോൺസ് ഒക്കെ ഫ്ലൈ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൂട്ടായിട്ട് തന്നെ പെർമിഷൻ എടുക്കേണ്ടതുണ്ട്. അതായത് ക്യാമ്പിംഗ് സൈറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ക്യാമ്പിംഗ് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടുള്ളൂ. ഇവിടെ വന്നിറങ്ങിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ വെൽക്കം ടു പുലാവ് ബീൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പുലാവ് ബീൻ്റെ മാപ്പ് കാണാം കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി കൊണ്ട് പോരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളം സൈക്കിൾ റെൻ്റൽ ഷോപ്പുകൾ കാണാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു ഹ്യൂജ് ഏരിയയാണ് ഈ പുലാവ് ബീൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1020 ഹെക്ടറോളം ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കാണാമെന്നൊക്കെ പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഈവൻ സൈക്കിളാണെങ്കിൽ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് 2 സൈക്കിൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സൈക്കിളിന് $5 കേട്ടോ നമുക്ക് ചാർജ് ആയത്. അൺലിമിറ്റഡ് ടൈം നമുക്ക് ആ സൈക്കിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 1-2 ഹോട്ടൽസും ഉണ്ട് കേട്ടോ. ഈ ഹോട്ടൽസൊക്കെ ഇവിടെ വന്നിട്ട് അധികമായിട്ടില്ല. ഒരു 2-3 വർഷം മുമ്പൊന്നും ഇവിടെ ഈ ഹോട്ടൽസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവരണമായിരുന്നു. ഞങ്ങളും ഇപ്രാവശ്യം ഫുഡ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. കാരണം ഒരു 2-3 വർഷം മുമ്പാണ് രാവിലെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് ഇവിടെ ഈ ഹോട്ടൽസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഹോട്ടൽസൊക്കെ ഉള്ള കാര്യം അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പുലാവ് ബീൻ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയതൊരു ക്യാമ്പ് സൈറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു നല്ലൊരു ഏരിയ, ബീച്ച് വ്യൂ ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. അത്യാവശ്യം വെയിലോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് തണലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ സൈക്കിളൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ഇരുന്ന് നമ്മുടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ചിലരവിടെ കാറ്റൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ട്, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ മങ്കീസൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. മങ്കീസ് ഉണ്ട്, പിന്നെ ലിസാർഡ്, മോണ്ടർ ലിസാർഡിനെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടത്. അപ്പോൾ മങ്കീസിനെ ഒന്നും ഫീഡ് ചെയ്യരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്യാമ്പിംഗ് ഇവിടുത്തെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി തന്നെ പെർമിഷൻ എടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ. പ്രധാനമായിട്ടും 3 ക്യാമ്പ് സൈറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ജെലൂത്തോങ് ക്യാമ്പ് സൈറ്റ്, മാമം ക്യാമ്പ് സൈറ്റ്, എൻഡഡ് സിനിൻ ക്യാമ്പ് സൈറ്റ്. അതിലിപ്പോൾ ജെലൂത്തോങ് ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മളവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയില്ലേ, അത് ജെലൂത്തോങ് ക്യാമ്പ് സൈറ്റാണ്. നിങ്ങളൊരു സിംഗപ്പൂർ സിറ്റിസണോ അല്ലെങ്കിൽ PR ഉള്ള ഒരാളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AXS സിസ്റ്റം വഴി ഈ പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല ടൂറിസ്റ്റോ അല്ലെങ്കിൽ ഷോർട്ട് ടേം പാസ് ഹോൾഡേഴ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം വഴിയാണ് ഈ പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനിയിപ്പോൾ നിങ്ങളൊരു 40-ൽ കൂടുതൽ ആൾക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോർമൽ പെർമിഷൻ പോരാ. അതിന് പകരം ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റി പെർമിറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. ഇത് കണ്ടോ, ഇത് വെറ്റ്ലാൻഡ്സ് ആണേ. ഇവിടെ വന്നാൽ നമുക്ക് ഇതേപോലുള്ള ഡിഫറെൻറ്റ് ടെറൈൻസ് കാണാൻ പറ്റും കേട്ടോ. ഇതേപോലെ വെറ്റ്ലാൻഡ്സ് ഉണ്ടായിരിക്കും, മാൻഗ്രൂവ്സ് ഫോറസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ വന്ന് കണ്ടില്ലേ നിറയെ ഡെൻസായിട്ട് ട്രീസ് ഒക്കെ നിൽക്കുന്ന ഏരിയ, അതുപോലെ കുട്ടി കുട്ടി പുൽമേഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടെറൈൻസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ കോറി വ്യൂസ്. പണ്ട് ഇവിടെ കോറിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കോറീസൊക്കെ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻറ്റ്സ് ആണേ.
ഇത് കണ്ടോ, കുറേ കുട്ടിപ്പട്ടാളം പോണ് കാണാല്ലേ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പൂക്ക ഹിൽസിലോട്ടാണ് കേട്ടോ. അതൊരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് ഇനി നടന്നിട്ട് വേണം ഈ ഹില്ല് കയറാനായിട്ട്. അത്ര ദൂരമൊന്നുമില്ല, ഒരു 200 മീറ്ററൊക്കെ ഉള്ളൂ. ചെറിയൊരു ട്രക്കിംഗ് ആണേ. നമ്മൾ ഈ സൈക്കിൾ ഓട്ടി റോഡിലൂടെ ഈ കാഴ്ചകളൊക്കെ ആയിട്ട് പോകുന്നതിനേക്കാൾ ഞാൻ കുറച്ചുകൂടി എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെ ഉള്ള കുട്ടി കുട്ടി ട്രക്കിംഗ് ആണേ. ഇവിടെ പകൽ സമയത്ത് ഒരു 32-33 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ കാണിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഡെൻസായിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ നിന്ന് ഇതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു ചൂടൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് മുകളിലെ വ്യൂ എന്താണെന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ മുകളിലെത്തി. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. അങ്ങനെ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് നമ്മളത് തിരിച്ചിറങ്ങി. 1800 മുതൽ 1960 വരെ ഈ ക്വാറീസിൽ നിന്ന് ഗ്രാനൈറ്റ്സ് കട്ട് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ഓഫ് ജോഹറിൻ്റെ പാലസും അതുപോലെ തന്നെ സിംഗപ്പൂരിലെ പഴയ പല ബിൽഡിങ്സും ഈ ഗ്രാനൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ഏതാണ്ട് 2000-ഓളം ആളുകൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ചൈനീസ് മലൈസ് സ്കൂളുകളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് 1970-80 കാലഘട്ടത്തിൽ ക്വാറിയിങ് നിർത്തലാക്കിയപ്പോൾ ഇവരൊക്കെ സിംഗപ്പൂരിൻ്റെ മെയിൻ ലാൻഡിലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ആ നിരപ്പായ പാതയൊക്കെ വിട്ട് നമ്മളിതേ ഒരു ഓഫ് റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയാൽ നമുക്കൊരു വ്യൂ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ ലെഫ്റ്റിലോട്ടുള്ള വഴിയിലൂടെയാണ് പോയത്. ഇതാണ് നമ്മൾ നേരെ വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആ വ്യൂ. ഇരിക്കാനായിട്ട് അവിടെ 1-2 ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. മരങ്ങളുടെ തണലൊന്നും ഇല്ലാത്തൊരു തുറന്ന സ്ഥലമായിരുന്നു അത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഇതിൻ്റെ ഭംഗി കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. നേരത്തെ പറഞ്ഞില്ലേ ലെഫ്റ്റിലോട്ടുള്ളൊരു വഴി, ആ വഴിയാണ് ഇത്. ഇതും ചെന്നെത്തുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലോട്ടാണ്. മരങ്ങളുടെ വേരൊക്കെ പടർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ സൈക്കിൾ ഓടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അത് തള്ളി നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിതേ മുകളിലെത്തി. നമ്മളിപ്പോൾ ഈ കാണുന്നത് കേദാം ക്വാറിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേദാം മൗണ്ടെയിൻ ബൈക്ക് പാർക്കിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷെൽട്ടറൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. കേദാം മൗണ്ടെയിൻ ബൈക്ക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ കാണുന്ന കേദാം ക്വാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വഴി കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിറയെ പാറയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ സൈക്കിൾ അവിടെ വെച്ചിട്ട് പിന്നെ നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തുക. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടുതലുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റിലോട്ടുള്ള വഴി നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടോ. അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ ഒരാളെ കണ്ടത്.
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ. മോണിറ്റർ റിസാർട്ടാണ് കേട്ടോ ഇത്. നമ്മളിവിടെ സിംഗപ്പൂർ ഇതിനെ നമുക്കിവിടെ കാണാം. നമ്മൾ ബുക്കിറ്റ് ടിമ ഹിൽസിലൊക്കെ പോയപ്പോൾ നമ്മളിതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ ഇതിനെ ഇവിടെ നിന്നാണ് ആദ്യം കാണുന്നത്. പിന്നെ റോഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പാസ് ചെയ്ത് പോയി. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നിട്ട് ഈ ഒരു ട്രീയുടെ താഴെ വരെ നമ്മൾ നടന്നു വന്നു കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു ട്രീ ആണ്. നല്ല ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു ട്രീ ആണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് ബൈക്ക് പാർക്കിലോട്ട് തന്നെ പോയി. അവിടുന്ന് പിന്നെ സൈക്കിൾ എടുത്ത് നമ്മൾ ലെഫ്റ്റിൽ കണ്ട വഴിയില്ലേ ആ വഴി നമ്മൾ നേരെ പോവാണ് കേട്ടോ ചെയ്തത്. അപ്പം നമ്മൾ പിന്നെ ഒരു മെയിൻ റോഡിലോട്ട് എത്തുകയാണ് ചെയ്തത്. അവിടെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. അത്യാവശ്യം വലിയൊരു ഏരിയ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അധികം തിരക്കൊന്നുമില്ലാതെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെയൊന്നും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റാണ്, പീസ്ഫുള്ളാണ്, അടിപൊളിയാണ് കേട്ടോ. ഈ ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള ഈ വഴിയിലൂടെ വന്നിട്ട് പിന്നെ നമ്മൾ കയറിയത് ഈ റൂട്ടിലോട്ടാണ് കേട്ടോ. നമ്മുടെ മുമ്പിലൊരു പയ്യൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവൻ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ എന്തോ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മളും തിരിച്ചു വിട്ടു അവിടെ നിന്ന്. പക്ഷേ എനിക്ക് ഈ റൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതൊരു ഈ ഏരിയയൊക്കെ അപ്പുറത്തൊക്കെ നിറയെ മരങ്ങൾ, വള്ളിയൊക്കെ ഉള്ള മരങ്ങൾ, നിലത്ത് നിറയെ പച്ചി മഞ്ഞ കളറിലുള്ള ഇലകൾ, അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റ് റൂം കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയതാണ് ഒന്ന് ഫ്രഷ് ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ റെസ്റ്റ് റൂം ഉള്ളത്. അവിടെ നമ്മുടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ അവിടെ ഉണ്ട്. ഇവിടുന്ന് റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയത് ഇതിൻ്റെ എൻട്രൻസിലോട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം കുറേ റെസ്റ്റോറൻ്റ് ഒക്കെ കാണിച്ചില്ലേ, ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ പോയത്. നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് റൈറ്റിലൂടെ ഉള്ളൊരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്തുന്നത് ഇതേപോലെ ഒരു റൂട്ടിലോട്ടാണ്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് നിറയെ ഡൂറിയൻ്റെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അത് ഈ ചേട്ടൻ പോകുന്നില്ലേ, ഈ ചേട്ടൻ പോകുന്ന വഴി കൂടെ തന്നെയാണ് കേട്ടോ ഞങ്ങളും പോയത്. അങ്ങനെ ചെന്നപ്പോൾ നമ്മളത് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ എത്തിയത്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റ്സ് ഒക്കെ കാണാം കേട്ടോ, കാരണം ചാങ്കി എയർപോർട്ടോട് തൊട്ടടുത്ത്. അപ്പോൾ ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് വളരെ അടുത്തുനിന്ന് ഇവിടുന്ന് കാണാം കേട്ടോ. അങ്ങനെ ഈ ബീച്ച് വ്യൂ ഒക്കെ കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി പോവാതെ നേരത്തെ ആ ചേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ വഴി നമ്മൾ സ്ട്രെയിറ്റ് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മെയിൻ റോഡിലോട്ടാണ് എത്തിയത്. നമ്മളിനി പോകുന്നത് ചെക്ജാവ വെറ്റ്ലാൻഡ്സിലോട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്, അവിടെ ഒരാൾ നിന്നിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ചെക്ജാവ വെറ്റ്ലാൻഡ്സ് ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഈ ചെക്ജാവ വെറ്റ്ലാൻഡ്സ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയി തുടങ്ങി കേട്ടോ. വെയിലൊക്കെ മങ്ങി. അപ്പം അങ്ങനെ ഈ ഉള്ളൊരു ഗോൾഡൻ ലൈറ്റിൽ നമ്മൾ കണ്ടൊരു ബീച്ച് വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും ലൈറ്റ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിത് ചെക്ജാവ വെറ്റ്ലാൻഡ്സിൻ്റെ അവിടെ എത്തി, എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇവിടെ വരെയാണ് നമുക്ക് സൈക്കിളിൽ വരാനായിട്ട് പറ്റുള്ളൂ. ഈ കാണുന്ന ഗേറ്റിനപ്പുറത്തോട്ട് നമുക്ക് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ നടന്നിട്ട് വേണം പോവാൻ. നമ്മളിതിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ സെമിത്തേരീസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ മുസ്ലിംസിൻ്റെ സെമിത്തേരീസ് ഇല്ലേ, അപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളിത് ഇവിടെയാണ് കേട്ടോ എത്തുക. ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്ത് വേ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് വാച്ച് ടവർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം 6:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണി വരെയാണ് ഫെറി സർവീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രൻസിലോട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പിന്നെ തിരിക്കുകയാണ് ചെയ്തത്.
കുറച്ചുകൂടെ നമ്മൾ ആ വഴി കൂടെ അങ്ങനെ നടന്നു പോയി. അതിനുശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആ കാണുന്നത് ബീച്ചാണ്. നമ്മൾ ഈ മറ്റേ വഴി കൂടെ പോയാലും റൗണ്ട് അടിച്ചിട്ട് ഈ സ്ഥലത്തോട്ട് തന്നെയാണ് കേട്ടോ എത്തുക. നമ്മൾ നേരത്തെ പോയില്ലേ, അപ്പോൾ അതേ വഴി തന്നെയാണ്. അത് ചുറ്റി കറങ്ങിയിട്ട് ഇതുവഴിയാണ് കേട്ടോ വരിക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും ഉള്ളത്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഈ വഴിയിലൂടെ നമ്മൾ പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. ബീച്ചിലോട്ട് നല്ല ഇറങ്ങിയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടോ, ചാങ്കി എയർപോർട്ട് ഇവിടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റ്സൊക്കെ വളരെ അടുത്തുനിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മളങ്ങനെ ചെക്ക് ജാവ വെറ്റ്ലാൻഡ്സ് ഒക്കെ കണ്ട് നമ്മളതേ തിരിച്ച് വീണ്ടും നമ്മുടെ എൻട്രൻസിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം ഏകദേശം 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ എല്ലാ കടകളും ഒക്കെ ക്ലോസ് ചെയ്തു. നമ്മൾ നമ്മുടെ സൈക്കിളൊക്കെ തിരിച്ചു കൊടുത്തു. ഇനി നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് പോവാണ്. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 15 മിനിറ്റിൽ നമുക്ക് ചാങ്കി ഫെറി പോയിന്റ് ടെർമിനലിൽ എത്താൻ പറ്റും. അപ്പോൾ ഒരു 7:15 നമ്മൾ അവിടെ എത്തും. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ഒരു ബീച്ച് പാർക്ക് ഉണ്ട്, ആ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം മതി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ തിരിച്ചെത്തി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ബീച്ച് പാർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ബീച്ച് പാർക്ക്. അപ്പോൾ ഇരുട്ടായി, പക്ഷെ ഇന്നൊരു ദീപാവലിയുടെ ദിവസമാണ് കേട്ടോ നമ്മളിവിടേക്ക് പോയത്. അപ്പോൾ പാർക്കിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ദീപാവലിയുടെ ലൈറ്റ്സ് ഒക്കെ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഇവിടെ കരോക്കെയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മിക്ക പാർക്കിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇത്. കുറേ ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് ചെയറൊക്കെ ഇട്ട് ചുറ്റും ഇരുന്ന് അവർ കരോക്കെയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫാമിലി ടൈം എൻജോയ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ വരുന്ന ഒരു ഫ്ലൈറ്റാണ്. നമ്മളിവിടെ ഇരുന്നാൽ നമുക്ക് വളരെ അടുത്തുനിന്ന് നമുക്ക് ഫ്ലൈറ്റ് കാണാം കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ഏതാണെന്ന് പോലും നമുക്ക് ഇതുവരെ വായിക്കാൻ പറ്റും. അത്രയും അടുത്ത് കൂടിയാണ് കേട്ടോ ഈ ഫ്ലൈറ്റ് പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചൈനീസ് ഫെസ്റ്റിവലായിട്ടുള്ള 9 എംപറർ ഗോഡ് ഫെസ്റ്റിവലിൻ്റെ ഈ പ്രൊസഷൻ കണ്ടത്. 9th ലൂണാർ മന്ത്, അതായത് ഏകദേശം ഒരു ഒക്ടോബർ മാസത്തിലൊക്കെയാണ് കേട്ടോ ഈ ഫെസ്റ്റിവലിലൂടെ നടക്കാറുള്ളത്. ഈ ഗോഡ്സ് ജലമാർഗത്തിലൂടെ ഇറങ്ങി വരുന്നു എന്നാണ് കേട്ടോ ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കടൽ തീരത്തോട്ടോ അല്ലെങ്കിൽ നദീതീരത്തോട്ടൊക്കെയാണ് ഇവർ ഈ പ്രൊസഷൻ നടത്താറുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. നമുക്ക് ഇവിടുന്ന് ഏകദേശം 1 hour ഉണ്ട് വീട്ടിലോട്ട് യാത്ര.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതെനിക്ക് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.